എല്ലാവർക്കും നമസ്കാരം. ഈ പ്ലാവും തൈ കാണുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ ഉള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ പ്ലാവും തൈയെ പറ്റി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നേഴ്സറിക്കും ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടായ ഒരു പ്ലാവും തൈയാണിത്. കാരണം ഇത് ഒരു വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന ഒരു തൈയാണ്. 2 വർഷം മാത്രം പ്രായമുള്ളൂ. ആ ഏരിയയിൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാവിൻ്റെ തൈകളുടെ ഓർഡർ ഇത് കായ്ച്ചത് കണ്ട ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരുടെ ഫാമിലിയിലുള്ള ഒരുപാട് 10-20ഓളം ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് ഇതിൻ്റെ തൈ കളക്ട് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. 2 വർഷം കൊണ്ട് ഏകദേശം ഒരു 200-ലധികം ചക്ക ഈ പ്ലാവിൽ നിന്ന് പല തവണയായിട്ട് പറിച്ചിട്ടുണ്ട്. വർഷത്തിൽ മുഴുവനും ചക്കയുള്ള ഒരു പ്ലാവാണിത്. ഇടയ്ക്ക് 1-2 മാസത്തെ ഗ്യാപ്പൊക്കെ വന്നാലും തന്നെ അടുത്ത ചക്കയുണ്ട്. എപ്പോഴും ചക്ക ഈ പ്ലാവിലുണ്ട്. അതിൻ്റെ ഉടമസ്ഥൻ അത് നന്നായിട്ട് പരിപാലിച്ചിരുന്നു. നല്ല രീതിയിൽ അത് വളങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് നന്നായി പരിപാലിച്ച് വെച്ചിരുന്നൊരു ചക്കയാണ്. ഒരു 3 കിലോ തൊട്ട് ഒരു 13-14 കിലോ വരെയുള്ള ചക്കകൾ ഇതിൽ നിന്ന് പറിച്ചിട്ടുണ്ട്. പലതവണ നമുക്കും ഇതിൽ നിന്ന് പറിക്കുന്ന ചക്ക നമുക്കും കൊണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെ പരിപാലിച്ചൊരു പ്ലാവായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് അത് പൂർണ്ണമായിട്ട് മറിഞ്ഞു പോയി. ഞാൻ അതിൻ്റെ ഫോട്ടോ അവസാനം കൊടുത്തേക്കാം. നമുക്ക് വളരെ ദുഃഖകരമായിരുന്നു. കാരണം അതൊരു നമുക്ക് ഒത്തിരി പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ പോലും നമ്മുടെ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ 10,000-ഉം 20,000-ഉം ഒക്കെ വ്യൂസ് കിട്ടിയ ഷോർട്സും വീഡിയോസും ഒക്കെ ഈ പ്ലാവിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്ലാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് നമ്മൾ നഷ്ടപ്പെട്ടു പോയി. എന്താണെങ്കിലും നമ്മളവിടെ വേറൊരു പ്ലാവിൻ തൈ തന്നെ വെക്കും. നമ്മളത് ഒരു പ്ലാവിൻ തൈ അവിടെ എത്തിച്ചു കൊടുക്കുന്നതാണ്. അവർ വീണ്ടും അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്കൊന്നും കൂടെ ഒന്ന് യൂട്യൂബിലൊക്കെ കാണാം. എന്താണെങ്കിലും ഒരു ദുഃഖകരമായ വാർത്തയായിരുന്നു. നന്നായിട്ട് വളർന്നതായിരുന്നു. അവർ അങ്ങോട്ട് കെട്ടി നിർത്തുകയൊക്കെ ചെയ്തതാണ്. എന്നാൽ ചക്കയുടെയും ഇലയുടെയൊക്കെ ഭാരം മൂലം നല്ല കാറ്റടിച്ചപ്പോൾ അത് പടർന്നു പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ മേളുവശം അവർ മുറിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 10-20 അടി പൊക്കത്തിൽ വെച്ച് അവർക്ക് കയറി നിന്ന് പറിക്കാവുന്ന രീതിയിൽ വീടിൻ്റെ മുറ്റത്തായതുകൊണ്ട് അവർ പ്രൂൺ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പരിപാലനമൊക്കെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തെങ്കിലും അത് നമുക്ക് സംരക്ഷിക്കാൻ സാധിച്ചില്ല. അത് നഷ്ടപ്പെട്ടു പോയി. ഞാനതിൻ്റെ ഫോട്ടോയും കൂടെ ഇതിൻ്റെ കൂടെ